വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ SFIക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നത് CPMന് വൻ തിരിച്ചടിയാണ് നൽകിയത്. പൊതുതിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ക്യാമ്പസുകളിൽ SFI നടത്തുന്നത് ഗുണ്ടായിസമാണെന്ന പൊതുവായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും സംഘടനയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. അക്കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ അടുത്തിടെ നടന്ന തിരഞ്ഞെടുപ്പുകളിലും സംഘടനയ്ക്ക് തിരിച്ചടി നേരിട്ടു. ഇതോടെ നിലവിലെ സാഹചര്യങ്ങൾ SFIക്ക് പ്രതികൂലമായതുകൊണ്ട് തന്നെ ആ പഴയ പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ SFI നടത്തുന്നത്. അതിനായി സംഘടന തിരഞ്ഞെടുത്തിരിക്കുന്നത് റാഗിംഗ് വിഷയമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറെ തയ്യാറെടുപ്പുകളുമായാണ് SFI രംഗത്ത് വരുന്നത്. സംഘടനയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യം. പുതിയ അധ്യയന വർഷത്തിൽ കലാലയങ്ങളിൽ റാഗിങ്ങിനെതിരെ കർശന നിലപാടുമായി മുന്നോട്ടു പോകാനാണ് SFIയുടെ തീരുമാനം. സംഘടനയുടെ അംഗത്വ വിതരണ പ്രചാരണ പരിപാടികൾ വിദ്യാർത്ഥികളോട് സംവദിക്കാനുള്ള അവസരമാകും. വർഗീയത, അധിനിവേശം എന്നിവയ്ക്കെതിരെ പ്രചാരണം ശക്തമാക്കുന്നതാണ്. ദേശീയ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുൻനിർത്തിയാകും പ്രവർത്തനങ്ങൾ നടത്തുക. ആക്രമികളാണെന്ന ആരോപണം മറികടക്കാൻ സംഘടനയ്ക്കു വേണ്ടി രക്തസാക്ഷികളായവരെ പറ്റി വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നതാണ്. എല്ലാ ക്യാമ്പസുകളിലും റാഗിംഗ് വിരുദ്ധ പരിപാടികൾ ഏറ്റെടുക്കുകയും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികളുടെ യാത്രാ ആനുകൂല്യങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിൽ ശക്തമായി ഇടപെട്ട് സംഘടനയ്ക്കുണ്ടായ മോശം പ്രതിച്ഛായ മാറ്റിയെടുക്കും. നിലവിൽ സംഘടന നടത്തുന്നതും ഏറ്റെടുക്കുന്നതുമായ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്താതിരിക്കുന്ന അവസ്ഥയുണ്ട്. അതിന് മാറ്റമുണ്ടാകും. ആദിവാസി മേഖലകളിലും മറ്റും 10,000-കണക്കിന് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്താൻ സമരങ്ങളുമായി മുന്നോട്ടുപോയി. സർവകലാശാല തിരഞ്ഞെടുപ്പുകളിൽ ചിലയിടങ്ങളിൽ മാത്രം നേരിട്ട പരാജയം വലിയ വിഷയമാക്കിയെടുത്ത് സംഘടനയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നുണ്ട്. ഇതെല്ലാം മറികടക്കാനുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന നേതൃയോഗത്തിൽ ആസൂത്രണം ചെയ്യുന്നുണ്ട്. സംഘടനയെ ചിട്ടപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകും. ക്യാമ്പസുകളിലൂടെയും ശില്പശാലകളിലൂടെയും വിദ്യാർത്ഥികളെ വസ്തുതകൾ ധരിപ്പിക്കാൻ ശ്രമിക്കും. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വൈകാരികമായി പ്രതികരിച്ച് സംഘടനയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ തിരുത്തുന്നതാണ്. സംഘടനയ്ക്കെതിരായ നീക്കങ്ങളെ പരമാവധി പ്രതിരോധിച്ച് ശക്തമായി ചെറുക്കാനാണ് SFI നേതൃത്വത്തിന്റെ ശ്രമം. അതേസമയം അടുത്ത കാലത്ത് ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ SFIക്ക് വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. CPIയുടെ ഭാഗത്തു നിന്നായിരുന്നു അത്. SFIക്ക് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലി അല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം വിമർശിച്ചിരുന്നു. SFIക്കാർക്ക് ഇടതുപക്ഷമെന്ന വാക്കിന്റെ അർത്ഥവും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ആഴവും അറിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. SFIയുടേത് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലി അല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്രയും പ്രാകൃതമായ സംസ്കാരം SFIക്ക് നിരക്കുന്നതല്ലെന്നും ശൈലി തിരുത്തണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടിരുന്നു. SFIയിലുള്ളവർ പ്രസ്ഥാനത്തിന്റെ ചരിത്രം വായിക്കണമെന്നും അല്ലാത്ത പക്ഷം ഇടതുപക്ഷത്തിന് ബാധ്യതയാകുമെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു. തങ്ങളുടെ വഴി ഇതല്ലെന്ന് ബോധ്യമുണ്ടാകണം. നേരായ വഴിയിലേക്ക് നയിച്ച് ഇടതുപക്ഷത്തിന്റെ ശക്തിയായി മാറ്റണമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരുന്നു. കൊയിലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കറിനെയും സ്റ്റാഫ് സെക്രട്ടറി KP രമേശിനെയും മർദ്ദിച്ച സംഭവത്തിൽ SFI പ്രവർത്തകരായ 4 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ വ്യാപക വിമർശനം സംഘടനയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം കേരളത്തിലെ കലാലയങ്ങളിൽ SFI പ്രചരിപ്പിക്കുന്ന ലിബറൽ ആശയങ്ങൾ വിദ്യാർത്ഥികൾ കൈവെടിഞ്ഞുവെന്നാണ് MSF സംസ്ഥാന പ്രസിഡന്റായ PK നവാസ് അഭിപ്രായപ്പെട്ടത്. വിദ്യാർത്ഥികളെ അധാർമിക പരിസരത്തേക്ക് കൊണ്ടുപോകാൻ ബോധപൂർവ ശ്രമമാണ് SFI നടത്തിയതെന്നും മതനിരാസ ആശയങ്ങൾ വിദ്യാർത്ഥികളിൽ കുത്തിവെക്കാനും കുടുംബ വ്യവസ്ഥയെ വെല്ലുവിളിക്കുവാനും പ്രചരിപ്പിക്കുന്ന സമീപനം SFI സ്വീകരിച്ചുവെന്നും MSF നേതാവ് തുറന്നടിച്ചിരുന്നു. എന്തായാലും നിലവിലെ SFIയുടെ പ്രതിച്ഛായ മാറ്റാനുള്ള എല്ലാ കരുതലുകളും സംഘടന തുടങ്ങിക്കഴിഞ്ഞു.